ഓട്ടോ സെക്ടറാണ്. ഓട്ടോ സെക്ടറെ സംബന്ധിച്ച് ജെഫ്രീസിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് 2026 ഒരു കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടർ പോലെ തന്നെ ഓട്ടോ സെക്ടറിൽ വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് നൽകിയിരിക്കുന്നത്. ഡിമാൻഡ് വർധനവ് വലിയ രീതിയിൽ ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ നൽകിയിട്ടുണ്ട്. വോളിയം CAGR നോക്കുമ്പോൾ 6 മുതൽ 8% വരെയുള്ളൊരു എക്സ്പെക്റ്റഡ് ഗ്രോത്താണ് ഈ ഒരു കണക്ക് അടുത്ത 2026-28 ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. TVS മോട്ടോഴ്സ് കൂടാതെ ഏഷ്യർ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയിരിക്കും മാർക്കറ്റ് ഷെയർ ഏറ്റവും കൂടുതൽ നേടിയെടുക്കാൻ സാധ്യത എന്നൊരു വിലയിരുത്തൽ നൽകിയിട്ടുണ്ട്. എന്നാൽ റിസ്ക് ഉള്ള ഒരു ചില കമ്പനികളായിട്ട് വിലയിരുത്തിയിരിക്കുന്നത് ഹീറോ മോട്ടോകോപ്പും ഹ്യുണ്ടായും എന്നാണ് കാണാൻ സാധിക്കുന്നത്. TVSനെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് ഹയസ്റ്റ് ആയിട്ടുള്ളൊരു EPS CAGR രേഖപ്പെടുത്തുന്നത് TVSൻ്റെ ഭാഗത്ത് നിന്നായിരിക്കും. 26% എന്ന രീതിയിലുള്ളൊരു എക്സ്പെക്റ്റേഷനുമാണ് ജെഫ്രീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിലെ ചില അല്ലെങ്കിൽ ഓട്ടോ സെക്ടറിലെ ചില ഓഹരികളുടെ ഒരു വ്യൂ നമുക്ക് നോക്കാം. ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഒരു ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ടാർഗറ്റ് പ്രൈസ് 8650 എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. ഹീറോ മോട്ടോഴ്സിനെ സംബന്ധിച്ച് മെയിൻറ്റെയിൻ അണ്ടർ പെർഫോമറാണ്. കൂടാതെ ടാർഗറ്റ് പ്രൈസ് 5000 എന്ന രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ഹുണ്ടായെ സംബന്ധിച്ച് ടാർഗറ്റ് പ്രൈസ് എന്നാൽ കട്ട് ചെയ്തിരിക്കുകയാണ്. 2050 നിന്ന് 2000 എന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അശോക് ലൈലാൻഡിന് ഹോൾഡ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 175 ഉയർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.